Hello, welcome to market discussion of the day. Today, March 23rd, 2026. മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്ന ബാച്ച് അടുത്ത ആഴ്ചയിലത്തേതിലോട്ട് മാറ്റി വെച്ചു എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ വെറും 99 രൂപയ്ക്ക് നിങ്ങൾക്ക് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സ് നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, സോ 7 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. രാത്രി 8 മണിക്കാണ് ക്ലാസ്സസ് നടക്കുന്നത്, മൺഡേ ടു ഫ്രൈഡേ. അതിനുശേഷം അതിൻ്റെ അടുത്ത മൺഡേ ട്യൂസ്ഡേ ആയിട്ട് നമ്മൾ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഫോറക്സ് ട്രേഡിംഗ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫോറക്സ് ട്രേഡിംഗ് എന്താ പറയുക ബേസിക്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകുമ്പോൾ ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ ഈ ഒരു വീക്കെൻഡിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങൾ വീക്കെൻഡിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 48 hours അൾട്ടിമാൻഡമാണ്. ഓക്കെ, സോ എന്താ വെച്ചാൽ വലിയൊരു കാര്യം നടക്കാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഒരു മാസീവ് ത്രെഡ് സാറ്റർഡേ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് 48 hours സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്ന എന്താ പറയുക വേൾഡിലെ 20% ഓയിൽ ഫ്ലോ ചെയ്യുന്ന ഇറാൻ്റെ അധീനതയിലുള്ള ആ ഒരു എന്താ പറയുക കടൽപ്പാത ഓപ്പൺ ചെയ്തില്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതിൽ പുള്ളിക്കാരൻ വാൺ ചെയ്തിട്ടുള്ളത് ഇറാൻ്റെ പവർ പ്ലാന്റ്സ്, ഓക്കെ, ഏറ്റവും വലിയ പവർ പ്ലാന്റ്സുകൾ നശിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ചെറിയ പവർ പ്ലാന്റുകളിലോട്ട് എന്താ പറയുക അക്രമങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു വാർണിംഗ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഓക്കെ, സോ ബേസിക്കലി അതൊരു വലിയൊരു ന്യൂസാണ്. ഇങ്ങനെ എങ്ങാനും പവർ പ്ലാന്റുകൾ എങ്ങാനും തകർത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓയിലിൻ്റെ പ്രൈസൊക്കെ ഇപ്പം നിൽക്കുന്നതിനെക്കാട്ടിലൊക്കെ ഒരുപാട് ഉയർന്നു പോകും അല്ലേ. സോ ബേസിക്കലി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ഓക്കെ, സോ അതിൻ്റെ ഡെഡ് ലൈൻ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ ഒക്കെ ആയിരിക്കും. നാളത്തെ രാവിലത്തെ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഡെഡ് ലൈൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി ഇതിലൂടെ എന്താണ് പറയുന്നത്, ഇത് വലുതാകുമ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓയിലിൻ്റെ പ്രൈസ് കൂടി എവിടെയോ എത്താനായിട്ടുള്ള പോസിബിലിറ്റിയൊക്കെ വളരെ കൂടുതലാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഇറാൻ്റെ സൈഡിൽ നിന്ന് ഒരു ന്യൂക്ലിയർ ഒരു മിസൈൽസ്, ഓക്കെ, ഡിമോന എന്ന് പറയുന്ന സ്ഥലത്ത് ഇറാനിയൻ ന്യൂക്ലിയർ റിസർച്ച് സൈറ്റായിരുന്നു. ഓക്കെ, അവിടെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു വീക്കെൻഡിൽ. ഓക്കെ, സോ ഇത് ഈ ഒരു എന്താ പറയുക ഇസ്രയേൽ ഓൾറെഡി ഇറാൻ്റെ ഒരു പവർ പ്ലാന്റ് തകർത്തിട്ടുണ്ടായിരുന്നു. അതിനൊരു മറുപടിയായിട്ടാണ് ഇറാൻ ഈ ഒരു എന്താ പറയുക ഡിമോണ എന്ന് പറയുന്ന ന്യൂക്ലിയർ റിസർച്ച് സൈറ്റ് തകർത്തത് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ബേസിക്കലി ഇതെല്ലാം ടെൻഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ നോർമലി സംഭവിക്കേണ്ടത് ഗോൾഡ് ബൈ ചെയ്യാണ്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഗോൾഡ് താഴോട്ട് പോകുന്നു, ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുകയല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. സോ ബേസിക്കലി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പാനിക്കായിട്ട് $US കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. അതിലൂടെ ഗോൾഡ് താഴോട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് ഇസ്രയേലിൻ്റെ ഗ്രൗണ്ട് ഓപ്പറേഷൻ ലെബണനിൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഹെസ്ബുള്ള. ഓക്കെ, സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവർ ഒരു വീക്കെൻഡിൽ ഒരു മേജർ ബ്രിഡ്ജ് തകർത്തു. ദ സിറ്റി ഓഫ് ടയർ എന്ന് പറയുന്ന സ്ഥലത്ത് ട്രാൻസ്പോർട്ടേഷൻ അവിടെ കട്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതിൻ്റെ കൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത്, വാർ ഇപ്പോഴൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഹെസ്ബുള്ള എന്ന് പറയുന്ന ഒരു പവർഫുൾ ആംഡ് ഗ്രൂപ്പാണ് ഇൻ ലെബനൻ. ഓക്കെ, സോ അവർ ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൂടെയാണ്, പക്ഷേ ഒരു മേജർ മിലിറ്ററി വിങ് കൂടെയാണ്. ഓക്കെ, ഇവരെ മേജർലി സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ബേസിക്കലി ഹെസ്ബുള്ളയ്ക്ക് ഒരുപാട് hundreds of rockets and missiles ഉണ്ട് എയിംഡ് അറ്റ് ഇസ്രയേൽ. സോ ആ ഒരു ഭീഷണിയാണ് അത് ഇസ്രേലിയൻ സിറ്റിസണിലൊരു ത്രെട്ടാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ അതുകൊണ്ടാണ് അവർ ഡയറക്റ്റ്ലി ഇസ്രയേൽ ഹിസ്ബുള്ളയെ തകർക്കാനായിട്ട് ലെബണിൽ ആംഡ്, അതായത് ഗ്രൗണ്ട് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്.
ഓക്കെ. സോ അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഷിപ്പിംഗ് ഓൾമോസ്റ്റ് നിയർലി കൊളാപ്സ് ആണ് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ. സോ വളരെ ചെറിയ ട്രാഫിക്കാണ്, വളരെ കുറച്ച് ഷിപ്സ് മാത്രമേ അതിലൂടെ പോകുന്നുള്ളൂ. ഓക്കെ. സോ എന്താ പറയുക, അത് മൂലം തന്നെ നമ്മളുടെ ഓയിലിൻ്റെ പ്രൈസ് $112 പോയി. ഓക്കെ. സോ ബേസിക്കലി ഒരു വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ബേസിക്കലി ഇതിലൂടെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ US ഡോളറിൻ്റെ വാല്യൂ കൂടുകയും കൂടി, ഓൾറെഡി നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ആണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ആൾക്കാർ കൂടുതലും US ഡോളറിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. സോ ഫെഡ് ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനും ചാൻസ് ഇല്ല, അതേപോലെ കൂട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം ബേസിക്കലി ഗോൾഡ് എന്ന് പറയുന്ന സാധനം ഇൻട്രസ്റ്റ് പേ ചെയ്യാത്തത് കൊണ്ടിട്ട് ആൾക്കാർ കൂടുതലും ഗോൾഡ് നമ്മുടെ US ഡോളറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിലൂടെ അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത്. സോ അതുകൊണ്ടിട്ടാണ് ആൾക്കാർ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ US ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് ആക്ച്വലി ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാതെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ ഇതാണ് മേജർലി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ. സോ ഇതിൽ വളരെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതേപോലെ തന്നെ US ഡോളറിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഈ പറയുന്ന ഗോൾഡ് വാങ്ങാനായിട്ട് എക്സ്പെൻസീവ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ. സോ നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കാണേണ്ടത്, അപ്പോൾ ഇത്രയാണ് ന്യൂസുകൾ. ഓക്കെ. സോ ഈ ന്യൂസുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ബേസിക്കലി നമ്മുടെ സപ്പോസ് ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ഓപ്പൺ ചെയ്തു എന്ന് വിചാരിച്ചോ. ഓക്കെ. സോ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ഓപ്പൺ ആകുമ്പോൾ എന്ത് പറ്റും, ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും കുറയും അല്ലേ. ഓയിലിൻ്റെ പ്രൈസ് കുറയുമ്പോൾ എന്ത് പറ്റും, ഇൻഫ്ലേഷൻ കുറയുമ്പോൾ എന്ത് പറ്റും, ഡോളർ ഡ്രോപ്പ് ആവും. ഓക്കെ. സോ ഡോളർ ഡ്രോപ്പ് ആകുമ്പോൾ എന്ത് പറ്റും, ഗോൾഡ്, യൂറോ, GBP ഇതെല്ലാം മുകളിലോട്ട് സ്പൈക്ക് ചെയ്യും. അങ്ങനെ ഈവൻ 5000 വരെയൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും ഗോൾഡിൻ്റെ പ്രൈസ് ആക്ച്വലി അവർ വിലയിരുത്തുന്നത്. അതേപോലെ തന്നെ സോ US അറ്റാക്ക് ചെയ്താൽ US ഈ പറയുന്നത് പോലെ അടുത്ത 48 hours കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നാളെ രാവിലെ വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വീണ്ടും ഡോളർ വീണ്ടും മുകളിലോട്ട് പോവുകയും വീണ്ടും ഗോൾഡും യൂറോയും GBPയും ക്രാഷ് ആവുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടെ ഒക്കെ നമുക്ക് ഏകദേശം ഈ വാർ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു കാര്യത്തിനകത്തൊരു തീരുമാനം ഉണ്ടാവും. ഓക്കെ. സോ അതിനുശേഷം ഇന്ന് വോളറ്റൈലായിരിക്കും മാർക്കറ്റ്, ഭയങ്കര വോളറ്റൈലായിരിക്കും. ഞാൻ റേഞ്ച് പറഞ്ഞുതരാം. വളരെ ചെറിയ ലോട്ട് സൈസുകൾ ഇട്ട് പ്രോപ്പർ സ്റ്റോപ്പ് ലോസുകൾ ഇട്ട് ട്രേഡ് ചെയ്യാമെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക, ഇല്ലെങ്കിൽ മാറി നിൽക്കുക. ഹൈ റിസ്ക് ഡേയ്സ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ. സോ എന്തായാലും നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ടുള്ള കാര്യം, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണല്ലേ. സോ അവരുടെ ഒരു ഡെപ്പോസിറ്റ് ബോണസ്, അപ്പോൾ ഓക്കെ, ഉറപ്പായിട്ടും സ്റ്റാർ ട്രേഡറിൻ്റെ റെഗുലേഷൻ നിങ്ങൾക്ക് നോക്കാം. UAE ബേസ് ചെയ്തിട്ടുള്ള, UK ബേസ് ചെയ്തിട്ടുള്ള, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള മേജർ റെഗുലേഷനുള്ളൊരു ബ്രോക്കറാണെന്നുള്ളൊരു കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്ത് $100,000 ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്പോൺസർഷിപ്പുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ UAE ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്ത് നമ്മളുടെ സ്റ്റാർ ട്രേഡർ ആയിരുന്നു വേൾഡ് കപ്പിൽ. ഓക്കെ. അതേപോലെ ഒരുപാട് സ്പോൺസർഷിപ്പുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ. ഇപ്പം നമ്മുടെ പോർഷെ കരേര കപ്പ് മിഡിൽ ഈസ്റ്റ് അത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്റ്റാർ ട്രേഡർ ആയിരുന്നു. NBA ഒഫീഷ്യൽ സ്പോൺസേഴ്സ് ആയിരുന്നു. ഓക്കെ. സോ UAE ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസേഴ്സാണ്. അങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പുകൾ ചെയ്യുന്ന, അത്യാവശ്യം നമുക്ക് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി കൂടെയാണ്. അതിൻ്റെ കൂടെ തന്നെ ആദ്യത്തെ $500 50% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ 20% ബോണസും യൂറോപ്പിന് പുറത്തുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് തരുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ യൂറോപ്പിനകത്തുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യത്തെ $1000 100% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കമ്പനി യൂറോപ്യൻ ക്ലയൻസിന് കൊടുക്കുന്നുമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ.
So coming to market discussion, coming to technical side, first of all we'll go to JPY USD JPYയിലോട്ട് തന്നെ പോവാം. 159.37 നിൽക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി USD JPY എന്ന് പറയുന്ന കറൻസി ഒരു ബുള്ളിഷ് സൈനാണ് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നപ്പോൾ ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് വന്നപ്പോൾ 0.75% തന്നെയായിരുന്നു. സോ ബാങ്ക് ഓഫ് ജപ്പാൻ ഗവർണർ പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു. ഓക്കെ, ഇത് കൂട്ടാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. അങ്ങനെ വരുമ്പോൾ USD JPY എന്ന് പറയുന്ന കറൻസിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? USD JPYയിൽ എന്താണ്, USD എന്ന് പറയുന്നതാണ് എന്താ പറയുക ബേസ് കറൻസിയും JPY എന്ന് പറയുന്നത് കോഡ് കറൻസിയാണ് അല്ലേ. സോ അതുകൊണ്ടിട്ട് തന്നെ പക്ഷേ അതേപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, GBP USD അല്ലെങ്കിൽ UK നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് വന്നപ്പോൾ അതും ഇൻഫ്ലേഷൻ കാരണം കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല, GBPയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനേ പോസിബിലിറ്റി ഉള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ GBP USD എന്ന് പറയുന്ന കറൻസിയുടെ വാല്യൂ കൂടുകയും USD JPYയുടെ വാല്യൂ കുറയുകയും ചെയ്യണം അല്ലേ. സോ രണ്ടിനകത്തും GBP എന്ന് പറയുന്ന GBPയുടെ വാല്യൂ കൂടുകയും ചെയ്യും, JPYയുടെ വാല്യൂ കൂടുകയും ചെയ്യും. ഇവ രണ്ട് ബാങ്കുകളും എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അല്ലേ. പക്ഷേ GBP USDയിൽ GBP എന്ന് പറയുന്ന ബേസ് കറൻസി ആയതുകൊണ്ടിട്ട് GBPയുടെ വാല്യൂ കൂടും. ഓക്കെ, സോ നേരെ മറിച്ച് USD JPYയിൽ JPY എന്ന് പറയുന്നത് കോഡ് കറൻസി ആയതുകൊണ്ട് USD JPYയുടെ വാല്യൂ കുറയുന്നതിലൂടെയാണ് JPY സ്ട്രോങ് ആവുന്നത്. ഓക്കെ, സോ ഈ ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ അതിനകത്ത് അവിടെ നിന്ന് ന്യൂസുകൾ പ്രോപ്പറായിട്ട് വന്നില്ല, ഇൻ്റർവെൻഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്നും കൂടെ താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ ടെക്നിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ റേഞ്ച് നോക്കുകയാണെങ്കിൽ 158.80 to 160.20 ആണ് നമ്മളുടെ ഇന്നത്തെ റേഞ്ച് നമ്മളുടെ USD JPYയുടെ. ഓക്കെ, ബേസിക്കലി ഒരു സെൽ ഓപ്പർച്യൂണിറ്റി 160 എന്ന് പറയുന്നത് റെസിസ്റ്റ് ചെയ്യും, 160ൻ്റെ അടുത്ത് നമുക്ക് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ 160ൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മറ്റ് സ്റ്റോപ്പ് ലോസ് 160.75 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് 158.60 അല്ലെങ്കിൽ 158 ലെവലിലോട്ടൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി USD JPY ബുള്ളിഷാണ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ റീസൺ നമ്മളുടെ ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് വന്നു, ആ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല എന്ന് പറയുന്നത് കൊണ്ടിട്ട് നമ്മൾ ന്യൂസ് ബേസ് ചെയ്തിട്ട് ടെക്നിക്കൽ പറഞ്ഞതാണ്. ഓക്കെ, സോ റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ബൈ എ ഡിപ്പാണ് 159 അല്ലെങ്കിൽ 158.80 അവിടെ നിന്നൊക്കെ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 158.50 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം, അല്ലെങ്കിൽ 158.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 160 വെക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഈ രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് USD JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. നേരെ നമ്മളുടെ GBP USD എടുക്കാം. സോ GBP USD നമ്മൾ ഓൾറെഡി പറഞ്ഞു, GBPയുടെ ന്യൂസ് വന്നു, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കില്ല, 3.75 US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്ത അതേ ഇൻട്രസ്റ്റ് റേറ്റാണ് UKയും കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒറ്റ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവിടെ US പ്രഷർഡ് ബൈ സ്റ്റാഗ്ഫ്ലേഷനാണ്. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ അൺഎംപ്ലോയ്മെൻറ്റ്, ലോ ഗ്രോത്ത്, ഓക്കെ, ഹൈ ഇൻഫ്ലേഷൻ ആണ് ഈ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ ഹൈ സ്റ്റാഗ്ഫ്ലേഷൻ ആയതുകൊണ്ടിട്ട് തന്നെ നമ്മളുടെ GBP USD ബെയറിഷ് ആണ്. ഓക്കെ, ബേസിക്കലി ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.3230 to 1.3380. ഓക്കെ, ഇതാണ് ഇന്നത്തെ റേഞ്ച് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, സോ സെൽ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കൂടുതൽ പ്രിഫറൻസ്, കാരണം മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണ്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് 1.3340, ഓക്കെ, 1.3340 എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. 1.3340 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1.3320 ആണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഏകദേശം ഒരു ഇന്നത്തെ ഒരു ഹൈ എന്നൊക്കെ പറയാം. ഓക്കെ, അതും ക്യാൻഡിലിൻ്റെ ഷാഡോ മാത്രമേ പോയിട്ടുള്ളൂ. അവിടുന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അവിടുന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 1.3390 മുകളിലായിട്ട് അല്ലെങ്കിൽ 1.3400 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ടേക്ക് പ്രോഫിറ്റ് 1.3260 ആ ഒരു റേഞ്ചിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. നമുക്ക് ഏറ്റവും ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഒന്നുകൂടെ താഴെ വീണ് കിട്ടുമ്പോൾ ബൈ ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, സോ ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 1.3
230 ആ റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 1.3180 താഴെയായിട്ട് വെക്കണം. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് 1.3310 ഈ റേഞ്ചിലോട്ടൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ ഓക്കെ സോ നമ്മൾ നേരെ നമ്മുടെ യൂറോയിലോട്ട് വരാം. യൂറോ 1.1548 നിൽക്കുന്നു. ഓക്കെ, ബേസിക്കലി ബെയറിഷ് തന്നെയാണ്. ഓക്കെ, കാരണം എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, വലിയ ഡ്യൂ ടു ഹൈ എനർജി ആൻഡ് വാർ കോസ്റ്റ് അല്ലേ, അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. സോ ഡെയിലി ഇന്നത്തെ റേഞ്ച് നോക്കുകയാണെങ്കിൽ 1.1480 to 1.1590 ആണ്. ഓക്കെ, സോ സെൽ ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 1.1560 ആ റേഞ്ചിൽ നമുക്ക് സെല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1.1610 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ്, 1.1500 അവിടെയൊക്കെ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ബൈ ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ സൈക്കോളജിക്കൽ സപ്പോർട്ട്, സ്ട്രോങ് സപ്പോർട്ടായിട്ടുള്ള 1.1500 അവിടെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് 1.1460 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. ടേക്ക് പ്രോഫിറ്റ് 1.1:1.5 റേഷ്യോ അല്ലെങ്കിൽ 1.1550 എന്ന് പറയുന്ന ടേക്ക് പ്രോഫിറ്റും വെക്കാം. കാരണം റേഞ്ച് കുറച്ചും കൂടെ ക്ലോസ് ആണ്, അതുകൊണ്ടിട്ടാണ് ഞാൻ ടേക്ക് പ്രോഫിറ്റ് പെട്ടെന്ന് യൂറോയിൽ എടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല ബൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കേണ്ടി വരികയും ചെയ്യും. ഓക്കെ, ഗോൾഡ് ഹൈലി വോളറ്റൈലാണ്. ഐ ഡോണ്ട് പ്രിഫർ ഗോൾഡ് ടു ബി ട്രേഡഡ് ടുഡേ. ഓക്കെ, ഗോൾഡ് ഇന്ന് ട്രേഡ് ചെയ്യാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഇന്നത്തെ ഡെയിലി റേഞ്ച് ഇന്ന് സ്ട്രോങ് ബെയറിഷ് ആണ് ഗോൾഡ് എന്നുള്ളതാണ്. ഓക്കെ, ലോങ്ങർ ടേമിൽ എപ്പോഴും അപ് ട്രെൻഡ് തന്നെയാണ്, പക്ഷേ ഇന്നത്തെ ദിവസം സ്ട്രോങ് ബെയറിഷ് ആണ് മാർക്കറ്റ്. ഓക്കെ, സോ നമ്മൾ വെള്ളിയാഴ്ച പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, 4600 മുകളിൽ, 4680 മുകളിലാണ് വെള്ളിയാഴ്ച അവസാനിക്കുന്നതെങ്കിൽ അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. പക്ഷേ 4680 മുകളിലായിട്ടല്ല സ്റ്റാർട്ട് ചെയ്തത്, 4580 മുകളിലായിട്ടും അല്ല സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് 4500 ഒക്കെ അവിടെയാണ് എന്താ പറയുക വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ആയതല്ലേ. സോ ഇപ്പം 4345 മാർക്കറ്റ് നിൽക്കുന്നു. സോ ബേസിക്കലി ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ഗോൾഡിൽ ട്രേഡ് ചെയ്യണമെന്ന് വലിയ നിർബന്ധമില്ലാത്ത ആൾക്കാർ മാറി നിന്ന് കറൻസീസിൽ ട്രേഡ് ചെയ്യാം. ഗോൾഡിൽ ട്രേഡ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ആൾക്കാർക്ക് ഇന്നത്തെ റേഞ്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ റേഞ്ച്, അല്ലെങ്കിൽ US മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് വരെയുള്ള എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ റേഞ്ച് വന്നിട്ട് 4310 to 4410 ഓക്കെ, അതിൽ നമുക്ക് സെൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 4380 അടുത്ത്, 4375 4380 അടുത്ത് നിന്ന് നമുക്ക് ഒരു റീട്രേസ്മെൻറ്റ് കിട്ടി അവിടുന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 4405 മുകളിലായിട്ട് വേണം. ടേക്ക് പ്രോഫിറ്റ് 1:1.5 റേഷ്യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കൊരു ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, പക്ഷേ നേരെ മറിച്ച് നമുക്കൊരു ഇന്നത്തെ ദിവസം സപ്പോർട്ട് ചെയ്യും, US മാർക്കറ്റിന് മുന്നേ ആയിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്ന സ്ഥലം 4310 4315 റേഞ്ചിലാണ്. ഓക്കെ, സോ അവിടെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണമെങ്കിൽ ഓക്കെ 4315 അവിടെ നിന്നൊക്കെ ബൈ ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് 4285 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. വൈഡൻ സ്റ്റോപ്പ് ലോസ് ആണ്. ടേക്ക് പ്രോഫിറ്റ് 4390-95 റേഞ്ചിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ 4315 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അത് ബ്രേക്ക് ആയാൽ അടുത്ത മേജർ സ്ട്രക്ചറൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 4200 ഓക്കെ, സോ ഈ 4200 എന്ന് പറയുന്ന അവിടുന്ന് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻ്റ് ആണ്. അവിടുന്ന് മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. അൺലെസ് ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, വലിയൊരു ന്യൂസ് നടക്കാനായിട്ടിരിക്കുന്നു അല്ലേ. സോ അവന്മാരെ അടിച്ച് തകർത്ത് കളയുമെന്നാണ് US പറയുന്നത്. ഇറാനെ നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അത് നടന്നാൽ ഉറപ്പായിട്ടും വീണ്ടും ഗോൾഡിൻ്റെ റേറ്റ് താഴോട്ട് പോകും. കാരണം ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും കൂടുകയാണ് അല്ലേ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ടതാണ്. സോ 15 ഓൾമോസ്റ്റ് 15% ക്രാഷാണ് ആക്ച്വലി ഗോൾഡിൽ ഉണ്ടായത്. ഓക്കെ, സോ ലോങ്ങർ ടേം ഉറപ്പായിട്ടും ബുള്ളിഷ് തന്നെയാണ് ഗോൾഡിൽ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം വീണ്ടും 4200 അവിടുന്ന് നമുക്ക് ഇത് എന്താ പറയുക ഗോൾഡ് വീണ്ടും റീട്രേസ് ചെയ്ത് മുകളിലോട്ട് പോകും, 5000 വീണ്ടും ടച്ച് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വിചാരിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഓയിലിൻ്റെ പ്രൈസ് കുറയുമ്പോൾ ഇൻഫ്ലേഷൻ കുറയും. ഇൻഫ്ലേഷൻ കുറയുന്നതിലൂടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അങ്ങനെ ആയാൽ വീണ്ടും ഗോൾഡ് മുകളിലോട്ട് പോകും എന്ന് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും എനിക്ക് പറയാനായിട്ടുള്ള ഹൈ റിസ്ക് ഡേയ്സ് ആണ്. ഒരു കാരണവശാലും നമ്മൾ
നമ്മളുടെ 5% നമ്മുടെ ക്യാപിറ്റലിൻ്റെ 5% കൂടുതൽ റിസ്ക് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ഇട്ട് തന്നെ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.